അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായ വാർത്തയാണ് ആദ്യം എത്തിയത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവെന്നത് നമ്മളെ സംബന്ധിച്ച് ആശങ്ക അകറ്റുന്നത് തന്നെയാണ്. 10ഓളം ഫയർഫോഴ്സുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആ ഷോറൂമിൽ ഏകദേശം 250ഓളം സ്കൂട്ടറുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നോക്കാം, മാനസ തിരുവനന്തപുരത്ത് നിന്ന് PMGയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കാം. മാനസ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞോ? നിയന്ത്രണ വിധേയമായോ സാഹചര്യം? തീർച്ചയായും മനു, ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം 3 നില കെട്ടിടം ആയിരുന്നു, അതായത് 2 നില, അതോടൊപ്പം തന്നെ അതിന് മുകളിലായി ഈ ഗോഡൗൺ പോലുള്ള ഒരു കെട്ടിടം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ പുലർച്ചെ 3:45 കൂടിയാണ് ഈ PMG വൺ സൈഡ് റോഡിലുള്ള ലോക്ടെക് TVS ഷോറൂമിൽ വൻ തീപിടുത്തം ഉണ്ടാകുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നത് എന്നും നമ്മളോട് നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 2ാമത്തെ നിലയിൽ നിന്നുമാണ് തീ പടർന്നതെന്നും അതോടൊപ്പം തന്നെ വലിയൊരു ശബ്ദം കേട്ടാണ് താൻ ഇക്കാര്യം അറിയുന്നതും ഉടൻ തന്നെ ഓടി തൊട്ട് സമീപത്തേക്ക് വരികയായിരുന്നു എന്ന വിവരമാണ് നൽകിയത്. ഏതായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. നിരവധി വാഹനങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോറൂം കൂടിയാണ്. ആദ്യഘട്ടത്തിൽ പുറത്തൊക്കെയും തന്നെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെയും തന്നെ മാറ്റി മറ്റൊരു കെട്ടിടത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അകത്ത് ചെറിയ ഒരു സാഹചര്യം, ചെറിയ ഒരു സ്പേസ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ജില്ലാ ഫയർ ഉദ്യോഗസ്ഥൻ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയത്. നിലവിൽ അപകട സാധ്യത നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അനധികൃതമായി എന്തെങ്കിലും മാറ്റങ്ങൾ കെട്ടിടത്തിൽ വരുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഫയർ ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുലർച്ചെ 3:45 തുടങ്ങിയ തീപിടുത്തം 5:45 2 നിലയിലെ തീയും നിയന്ത്രണ വിധേയമാക്കുന്നു. പിന്നീട് ഏറ്റവും മുകളിലായുള്ള ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലായിരുന്നു തീപിടുത്തം അല്ലെങ്കിൽ തീ പടരുന്ന ഒരു നിലയുണ്ടായിരുന്നത്. അതും ഇപ്പോൾ പൂർണ്ണമായും അണച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അപകട സാധ്യത നിലവിൽ നിലനിൽക്കുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെയും തന്നെ പരിശോധിക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെയും സൂക്ഷിക്കുന്നതിനാൽ തന്നെ എൻജിൻ ഓയിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെയും തന്നെ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കാം. ഒരുപക്ഷെ അതും തീപിടുത്തത്തിൻ്റെ ആ ഒരു തോത് കൂട്ടിയോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഈ ലോക്ടെക് TVSനൊപ്പം തന്നെ സിസ്റ്റം കമ്പ്യൂട്ടർ ആക്സസറീസ് എന്ന പറഞ്ഞ ഒരു ബോർഡ് കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷോറൂമിനൊപ്പം തന്നെ മറ്റൊരു സിസ്റ്റത്തിൻ്റെ സ്ഥാപനം കൂടി ഒന്നിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഉടമ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ഒന്നും നൽകിയിട്ടില്ല. എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെയാണ് 250-ൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തുന്നത്. എങ്കിൽ കൂടിയും നിലവിൽ ചെറിയ രീതിയിൽ പുക പടരുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത തരണം ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാരണം എന്താണ്? ഷോർട്ട് സർക്യൂട്ട് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മനു.